എന്താ രസം എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ വന്നടി മക്കളെ. എന്തൊരു ചൊറിച്ചില്. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഇത് വലിയ ഇതായി പോയല്ലേ. ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തന്തി കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. അതിന് നീ ഇത്ര ബേജാറാണ് തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. വായിക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്കും തോന്നുന്നുണ്ട് വൈദ്യരെ. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ബി കെയർഫുൾ. നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട് എന്താന്നറിയില്ല. ഒരാൾക്ക് നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. എനിക്കാണെങ്കിൽ ചങ്കു പറയും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. നീയാണല്ലോ കോടതി. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ബാക്കിയുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ കലിപ്പ് മൂക്കുന്ന ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ. എന്തല്ലേ നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോരെ സാറേ. നമ്മള് 10 സെന്റ് 2 സെന്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല. ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം നമ്മള് ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത്. കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത്. മനസ്സിലാടാ ഗജ ഫ്രോഡേ.